നിങ്ങൾ വിചാരിക്കും ഇത് ഇന്നലത്തെ വ്ളോഗിന്റെ ബാക്കിയാണെന്ന്, പക്ഷെ അല്ല ഗൈസ്, ഞാൻ കേൾപ്പിച്ചു തരാം. എന്റെ യൂട്യൂബ് കണ്ടന്റ്സിനുള്ള അഭിനന്ദനമാണ് ഞാൻ കഴിഞ്ഞത്. പിന്നെ ഞാൻ നേരെ ക്ലാസ്സിലോട്ട് വന്ന് ബാക്കി എന്ന കലാവിരുതൊക്കെ നിധിരാജിന്റെ തലയിലായിരുന്നേ. നിധിരാജയുടെ അസൈൻമെന്റ് ചെയ്യുന്നത് ഞാൻ അവളുടെ തലയിൽ ഉള്ള സാധനങ്ങളെല്ലാം പറക്കിയിടുന്നുണ്ടായിരുന്നു. പിന്നെ നടന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടിയുണ്ട് കേട്ടോ, സകല ഉളത്തരങ്ങളും ഒപ്പിച്ചിരിക്കുന്ന ഒരു കുട്ടി. അവളുടെ ബോട്ടിലിനൊക്കെ ഒപ്പിയെടുത്ത് സൺഷെയ്ഡിൽ ഇട്ടേക്കുക. പിന്നെ അത് എടുക്കലായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ പരിപാടി. അത് കഴിഞ്ഞ് വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണേ. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കണ്ടന്റ് ഇട്ടിട്ടുണ്ട് ഗൈസ്. കണ്ടന്റ് എന്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാം. കൈയൊന്ന് കാണിച്ച്. നന്നായിട്ടുണ്ട്, നന്നായിട്ട് തന്നിട്ടുണ്ടല്ലോ. നിന്റെ സ്വഭാവത്തിന് ഇത് നോക്കി ഡോക്ടർ നല്ലൊരു എഴുതി തന്നിട്ടില്ലേ? സംസ്കൃതത്തിലൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടോ? അതിൽ കെയർ. ഇന്നലെ കണ്ട കടന്തലിൻ്റെ കൂടെ കളിക്കാൻ പോയതാ. കടന്തൽ നല്ലൊരു പണി അങ്ങ് കൊടുത്ത്. അങ്ങനെ അത് കാണിക്കാൻ ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പോയി നേരെ അടുത്ത ബസ് പിടിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട്. അപ്പം ഞാൻ വീട്ടിൽ പോണ മിക്ക ദിവസങ്ങളിലും ഒരു കടയിൽ കയറി ഒരു ഐസ്ക്രീം മേടിക്കാറുണ്ട്. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. പിന്നെ വീട്ടിൽ ചെന്ന് ഇറങ്ങിയപ്പോഴേ നേരെ കാണുന്നത് മാതാശ്രീയുടെ കർഷകത്തോട്ടമായിരുന്നു. പിന്നെ എൻ്റെ മാതാശ്രീ എനിക്ക് വേണ്ടി കരുതി വെച്ച് വേറൊരു ഐസ്ക്രീമും വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഇന്നത്തേക്ക് ഇത്ര ഉള്ളടാ. ഓക്കെ, ബൈ.